ശരവണ വനത്തിൽ ദിവ്യനായ ഒരു പൈതൽ പിറന്ന വിവരം ബ്രഹ്മദേവൻ അഗ്നിദേവനെ അറിയിച്ചു. സന്തുഷ്ടനായി തീർന്ന അഗ്നിദേവൻ ശരവണവനം ലക്ഷ്യമാക്കി പാഞ്ഞു. യാത്രാമധ്യേ ഗംഗാദേവിയെ അദ്ദേഹം കണ്ടു. അഗ്നിയുടെ വെമ്പൽ കണ്ട ദേവി കൗതുകപൂർവ്വം അന്വേഷിച്ചു. അല്ലയോ പാവക, അങ്ങിത്ര വേഗത്തിൽ എങ്ങോട്ടാണ് ഈ സഞ്ചരിക്കുന്നത്? ദേവി, വർത്തമാനം അറിഞ്ഞില്ലല്ലോ. ശരവണവനത്തിൽ എൻ്റെ പുത്രൻ ജനിച്ചിരിക്കുന്നു. അവനെ കാണുവാനാണ് ഞാൻ പോകുന്നത്. അഗ്നി തൻ്റെ യാത്രോദ്ദേശം വെളിപ്പെടുത്തി. ദേവ, ആ ശിശു എങ്ങനെ അവിടുത്തെ പുത്രനാകും? ശിവതേജസ് സഹിക്കുവാനാവില്ലെന്ന് വിലപിടിച്ചുകൊണ്ട് അവിടുന്ന് ഉപേക്ഷിച്ച രേതസ് സ്വീകരിച്ചത് ഞാനാണ്. ശിശുവിനെ ശരവണവനത്തിൽ എത്തിച്ചതും ഞാനാണ്. ആ നിലയ്ക്ക് ശരവണവനത്തിൽ പിറന്ന ഓമന എൻ്റെ പുത്രനാണ്. ഗംഗാദേവി അവകാശവാദം മുഴക്കി. അഗ്നിയും വിട്ടുകൊടുക്കുവാൻ തയ്യാറായില്ല. ശിശുവിൻ്റെ അവകാശത്തെ ചൊല്ലി ഗംഗയും അഗ്നിയും തമ്മിൽ വാഗ്വാദമായി. ആ ഘട്ടത്തിൽ മഹാവിഷ്ണു അവിടെ വന്നു ചേർന്നു. അദ്ദേഹം അവരെ തടുത്തുകൊണ്ട് ഉപദേശിച്ചു. നിങ്ങളിങ്ങനെ തർക്കിക്കുന്നത് കൊണ്ട് എന്തു പ്രയോജനമാണ് ലഭിക്കുവാൻ പോകുന്നത്? അഗ്നിദേവനും ഗംഗാദേവിയും വഹിച്ചിരിക്കുന്നത് ശിവതേജസ് ആണെങ്കിലും ശരവണവനത്തിൽ പിറന്ന ശിശു ശിവവീര്യത്തിൽ നിന്നും പിറന്നവനായതുകൊണ്ട് അവൻ്റെ അവകാശം പരമശിവന് തന്നെയല്ലേ? അതിനാൽ ഈ തർക്ക പരിഹാരത്തിന് പരമശിവനെ സമീപിക്കുന്നതാണ് ഉത്തമം. ഇത് ന്യായമാണെന്ന് തോന്നിയ ഗംഗാദേവിയും അഗ്നിദേവനും കൈലാസത്തിൽ ചെന്ന് വിവരമെല്ലാം പറഞ്ഞ ശേഷം ശിശു ആരുടേതാണെന്ന് ചോദിച്ചു. ഭഗവാന്റെ തിരുവള്ളം കുളിർത്തു. ആഹ്ലാദചിത്തനായ ദേവൻ ഗൗരി ഇത് നമ്മുടെ ഭാഗ്യമെന്ന് മാത്രം ഒഴിഞ്ഞു. ശിവതേജസ്സിൽ നിന്നും പുത്രൻ പിറന്നുവെന്ന വർത്തമാനം പാർവതിയെയും ആശ്വസിപ്പിച്ചു, ആനന്ദിപ്പിക്കുകയും ചെയ്തു. ദേവി തിടുക്കം കൂട്ടിക്കൊണ്ട് ശിവനോട് പറഞ്ഞു, പ്രാണനാഥ, ആ ഓമന പൈതലിനെ കാണുവാൻ അങ്ങ് ഇത്ര ആമാദം വരുത്തുന്നത് ശരിയാണ്. ശിശുവിനെ കണ്ട ശേഷം അവൻ ആരുടെ പുത്രനാണെന്ന് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. വരിക, നമുക്ക് യാത്ര തിരിക്കാം. അങ്ങനെ ശിവപാർവതിമാരും അഗ്നിദേവനും ഗംഗാദേവിയും ശരവണവനത്തിൽ എത്തിച്ചേർന്നു. കൃത്തികമാരുടെ മടിയിൽ കിടക്കുന്ന ശിശുവിനെ അവർ കണ്ടു. അപ്പോൾ പരമശിവൻ ഇങ്ങനെ നിർദ്ദേശിച്ചു, കൃത്തികമാരെ, നിങ്ങൾ ശിശുവിനെ നിലത്ത് കിടത്തുക. അവൻ ആരെയാണോ ആദ്യം നോക്കുന്നത് അവരായിരിക്കും ശിശുവിൻ്റെ യഥാർത്ഥ അവകാശി. കൃത്തികമാർ അപ്രകാരം ചെയ്തു. ഉടൻ തന്നെ ശിശു തൻ്റെ യോഗബലത്താൽ കുമാരൻ, വിശാഖൻ, ശാഖൻ, നൈകമേയൻ എന്നീ 4 രൂപങ്ങൾ സ്വീകരിച്ചു. അനന്തരം കുമാരൻ പരമേശ്വരനെയും, വിശാഖൻ പാർവതിയെയും, ശാഖൻ ഗംഗയെയും, നൈകമേയൻ അഗ്നിയെയും ഒരേ സമയം നോക്കി. എല്ലാവരും സന്തോഷചിത്തരായി തീർന്നു. ദേവകളെ, ഇവൻ ആരുടെ ശിശുവാണെന്ന് നിങ്ങൾ അറിയിച്ചാൽ? കൃത്തികമാർ ആകാംക്ഷാപൂർണരായി ശങ്കരനോട് ചോദിച്ചു. അപ്പോൾ ശിവന് പ്രകാരം അരുളി ചെയ്തു, കൃത്തികമാരെ, ഇവൻ നമ്മുടെ എല്ലാം പുത്രനാണ്. കാർത്തികേയൻ എന്ന പേരിൽ നിങ്ങളുടെയും, കുമാരനായ ഗംഗയുടെയും, സ്കന്ധൻ എന്ന പേരിൽ പാർവതിയുടെയും, ഗുഹനായി എൻ്റെയും, മഹാസേനൻ എന്ന നാമത്തിൽ അഗ്നിയുടെയും, ശരവണൻ എന്ന നാമത്തിൽ ശരവണവനത്തിൻ്റെയും പുത്രനായി ഇവൻ മാറും. 6 മുഖങ്ങൾ ഉള്ളതിലായി ഇവൻ ഷൺമുഖനായി മറിയുന്നതായിരിക്കും. അടുത്തത് താരകാസുര വധമാണ്. തുടരും.